ഹലോ ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു ട്രിപ്പ് നമ്മുടെ വാഗമണ്ണിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കട്ടപ്പനയിൽ നിന്നാണ്. കട്ടപ്പനയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിക്കാണ് ഈ ഒരു ഫാം KPM ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫാം പോലുള്ളൊരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ സെറ്റപ്പാണ്, എങ്കിലും നല്ല അടിപൊളി വ്യൂസ് ഉണ്ട്. ഇതേപോലെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെറിയൊരു വഴിയൊക്കെ ഇറങ്ങി കുറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്ന വഴിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പം അവിടെ ചെറുതായിട്ടൊരു ഫാമും പോലെയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് മൃഗങ്ങളും അതുപോലെ തന്നെ താറാവും കോഴി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതുപോലെ കുറച്ച് പെയിൻറ്റിങ്സും വാൾ പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് പോകുമ്പോഴാണ് ഈ കൊട്ടവഞ്ചി സഫാരി ഉള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ അതിൽ ചെറിയൊരു എമൗണ്ട് എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പേ ചെയ്ത് നമ്മൾ അതിനകത്ത് കയറി ഇതേപോലെ ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ആ കൊട്ടവഞ്ചിക്കകത്ത് കയറിയിട്ട് ഇതുണ്ടേ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി ശരിക്കുള്ള സംഭവം എന്ന് പറയുന്നത്. ഈ മീനിന് തീറ്റ കൊടുക്കുക എന്ന് പറയുന്നത് ബേസിക്കലി ഇഷ്ടം പോലെ മീനുകളാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തതുപോലെ നമ്മൾ മീനിന് തീറ്റ കൊടുക്കുക. നല്ല നമ്മുടെ കയ്യിൽ ഇതുണ്ട്, നല്ല രസമുണ്ട്. ഇതേപോലെ ഇങ്ങനെ വന്ന് കഴിച്ച് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇതിനെന്ന് പറയുന്നത്. സോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഒരുപാട് സന്ദർശകരൊക്കെ വരുന്നുണ്ട്. അവിടെ തന്നെ കുറച്ച് അലിഗേറ്റേഴ്സ് വരാപ്പയ്മയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ അറിയാം, നല്ല വിശാലമായിട്ടുള്ള റോഡും കാര്യങ്ങളും കുന്നുകളും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ ഒരു അമ്പലം നമ്മൾ സ്പോട്ട് ചെയ്തത്. പോകുന്ന വഴിക്ക് നല്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഏകദേശം കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ വാഗമൺ ടൗണിലേക്ക് ഏകദേശം എത്തിയിരിക്കുകയാണ്. വാഗമൺ ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നല്ല അറിയാമല്ലോ, നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പം വാഗമണിലെത്തി നമ്മൾ ഫസ്റ്റ് പോയത് എല്ലാവരും പോകുന്ന മെയിൻ സ്പോട്ടായിട്ടുള്ള പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് ഭയങ്കര റിലാക്സ് തരുന്ന ഒന്നാണ് ആക്ച്വലി. നല്ല മരങ്ങളും അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ കാറ്റ് തണുപ്പും. വാഗമൺ ആക്ച്വലി നല്ല തണുപ്പുണ്ട്, എന്നാൽ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു തണുപ്പിനൊരു പ്രത്യേക ഭംഗിയുള്ളതുപോലെയൊക്കെ തോന്നി. അപ്പോൾ ഫൈൻ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള വഴിക്കാണ് ഈ ഒരു സീൻ കണ്ടത്. കുറച്ച് പേര് ഡാൻസൊക്കെ കളിക്കുന്നു. നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് അതുകൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ഈ ഒരു സിപ്പ് ലൈനിൽ നമുക്ക് കയറാനായിട്ട് സാധിച്ചു. അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിരുന്നു നമ്മൾ സിപ്പ് ലൈനിലുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടുന്ന് വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കട്ടപ്പനയിലേക്ക് പോകുന്ന വഴിക്ക് ആ സിപ്പ് ലൈനുള്ളതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ഒരു ചെറിയൊരു ചായക്കടി, അതിനോട് ചേർന്നുള്ള ഈ ഒരു സെറ്റപ്പൊക്കെ നമ്മൾ കണ്ടു. നല്ല വൈബായിരുന്നു. പോകുന്ന വഴിക്ക് ഇതാണ് നമ്മുടെ AVTയുടെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഭംഗിയായിട്ട് തിരിച്ച് നമ്മുടെ യാത്ര പോകുന്നു. സോ ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലുണ്ടായിരുന്നത്. സോ ഫോളോ മോർ.